ബംഗളൂരുവിൽ 75 കോടി രൂപ വിലമതിക്കുന്ന MDMA-യുമായി 2 ദക്ഷിണാഫ്രിക്കൻ വനിതകൾ പിടിയിൽ. ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം എത്തിച്ച MDMA-ക്ക് 38 കിലോയോളം തൂക്കം വരും. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. 37.878 കിലോ MDMA-യുമായി ഡൽഹിയിൽ നിന്ന് സൗത്ത് ആഫ്രിക്കൻ സ്വദേശികളായ ബാംബ ഫെൻഡ, അബിഗെയിൽ അഡോണിസ് എന്നിവർ 14 പുലർച്ചെ വിമാനമാർഗം ബംഗളൂരുവിലെത്തി. MDMA-യുമായി ഇലക്ട്രോണിക് സിറ്റിയിലെ നീരാദ്രി നഗറിലുള്ള ഫ്ളാറ്റിലെത്തിയപ്പോഴാണ് ഇരുവരെയും കർണാടക പോലീസിന്റെ സെൻട്രൽ ക്രൈം ബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. 75 കോടി രൂപയോളം വിലമതിക്കുന്നതാണ് പിടിച്ചെടുത്ത MDMA എന്ന ഓപ്പറേഷന് നേതൃത്വം നൽകിയ മംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാൾ വ്യക്തമാക്കി. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 37 തവണ ബംഗളൂരുവിലും 22 തവണ മുംബൈയിലും ഇവർ MDMA എത്തിച്ചു. വ്യാജ പാസ്പോർട്ടും വിസയുമായിരുന്നു ഇരുവരും ഉപയോഗിച്ചിരുന്നത്. 31 വയസ്സുള്ള ബാംബ ഫെൻഡ ഫുഡ് കോർട്ട് ബിസിനസിനായി തൊഴിൽ വിസയിൽ 2020 ഇന്ത്യയിലെത്തിയത്. 30 വയസ്സുള്ള അബിഗെയിൽ അഡോണീസ് 2016 മെഡിക്കൽ വിസയിൽ ഡൽഹിയിലെത്തി തുണിക്കച്ചവടം നടത്തിയതായി പോലീസ് പറഞ്ഞു. കഴിഞ്ഞ വർഷം 15 ഗ്രാം MDMA-യുമായി മംഗളൂരു സെൻട്രൽ ക്രൈം ബ്രാഞ്ച് ടീം പിടികൂടിയ ഹൈദർ എന്ന ആളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 6 മാസമായി ആഫ്രിക്കൻ സ്വദേശിനികൾ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിലേക്കാണ് കേന്ദ്ര ഏജൻസിയായ നാർക്കോട്ടിക് കൺട്രോൾസ് ബ്യൂറോ കടന്നത്. അന്വേഷണം ഡൽഹി അടക്കം വിവിധ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. ജനം, ഡൽഹി.